നമസ്കാരം, ജി ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജി ഹെൽത്ത് ഗ്രേപ്സിൻ്റെ വളരെ നല്ലൊരു ടൂളാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. എനിക്ക് ആ കോവിഡ് കാലം ഇപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ആൾക്കാർക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു സമയമാണത്. കോവിഡിനെ പേടിച്ചിട്ട് പനി വന്നാലോ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ വീട്ടിലിരുന്നു. അപ്പോൾ ടെലി കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞത് ഒരു മരീചികയായിരുന്നു. കാരണം ടെലി കൺസൾട്ടേഷനൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ സീരിയസ് ആയിട്ട് അതിനു മുമ്പ് അത് ആരും ഉപയോഗിച്ചിരുന്നില്ല. നമ്മുടെ ജി ഹെൽത്ത് ആ സമയത്ത് വളരെ കാര്യമായിട്ട് കുറേ അധികം ഡോക്ടേഴ്സ് IMA ആയിട്ട് കണക്റ്റഡ് ആയിട്ടും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടേഴ്സും നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല സൗഹൃദങ്ങളുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ആ സമയത്ത് ഓൺലൈൻ കൺസൾട്ടേഷനിലേക്ക് അവൈലബിൾ ആയി. എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മുടെ ജി ഹെൽത്തിൽ ആ സമയത്ത് 117 ഡോക്ടർമാർ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസിലായിട്ട് അവൈലബിൾ ആയിരുന്നു. ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുത്തിരുന്നു. അത് പേഷ്യൻസിന് നമ്മൾ ഗ്രേപ്സ് ആ സർവീസ് ആ സമയത്ത് 100% സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത്. സോ ഡോക്ടേഴ്സിന് നമ്മൾ ആ സമയം മെനക്കെടുന്നതിന് ചെറിയ ചാർജസ് കൊടുത്തിരുന്നു. അത് ഗ്രേപ്സിന് അത്രയും കാലം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ചെറിയ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മളത് ചെയ്തിരുന്നത്. അതിൻ്റെ ടെക്നിക്കൽ എക്സ്പെൻസുകളെല്ലാം അതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്തിരുന്നു. ഡോക്ടേഴ്സിൻ്റെ ഒരു ടൈം സ്ലോട്ടിനുള്ള പേയ്മെൻ്റ് ഒക്കെ ഒത്തിരി ആ ഒരു സമയത്ത് കഷ്ടപ്പെടുന്ന പേഷ്യൻസിന്, എനിക്ക് തോന്നുന്നൊരു 10,000-ൽ കൂടുതൽ പേഷ്യൻസിന് ആ ഒരു പോർട്ടൽ ആ സമയത്ത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ജി ഹെൽത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനത്തെ ഓർക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഗ്രേപ്സിന് എഗൈൻസ്റ്റായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഫീൽഡിൽ നടക്കുകയും നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ആ ഒരു ഡൗൺലോഡ് ചെയ്യാൻ കയറുന്നവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കാണത്തക്ക വിധത്തിൽ അവിടെ വരികയൊക്കെ ചെയ്തു. സാരമില്ല, കാരണം ഇൻ ബിറ്റ്വീൻ നമ്മുടെ സെർവർ കുറച്ചു കാലം ക്രാഷ് ആകുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ അറ്റാക്ക് ചെയ്യാൻ കാത്തിരുന്നവർ പിന്നെ ഒറിജിനലായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ട കുറച്ച് കമൻസ് ഉണ്ട് അവിടെ ഒത്തിരി നേരം. കാരണം മൊബൈൽ ആപ്പ് എല്ലാവരുടെയും മൊബൈലിലുണ്ട്. സെർവർ നമുക്ക് മെയിൻ്റനൻസിനും അതിൻ്റെ റീവർക്കിനും കുറച്ചധികം ദിവസങ്ങൾ വേണ്ടി വന്നു. ആ സമയത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ച പലർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു. ഇപ്പോഴത്തെ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഉള്ള അലർട്ടുകൾക്ക് പുറമെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഹോസ്പിറ്റലിൽ നിന്നോ ക്ലിനിക്കിൽ നിന്നോ മരുന്ന് വാങ്ങാൻ കഴിയാതെ പുറത്തു പോയി വാങ്ങിയാൽ അത് വാങ്ങിയത് ആഡ് ചെയ്യാനും അതനുസരിച്ച് ആ അലേർട്ടുകൾ വീണ്ടും ഇനിഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വെബ് പാക്സ് എനേബിൾഡ് ആണ് ഇതിൽ. സോ നമുക്ക് പലപ്പോഴും നമ്മുടെ എക്സ്റേ ഫിലിമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ കൃത്യമായി അത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. എന്നാലും കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും എക്സ്റേ എടുത്ത് അതിൻ്റെ ഇമേജ് ക്വാളിറ്റി എല്ലാം പോയിട്ടുണ്ടാവും. വെബ് പാക്സ് എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ ജി ഹെൽത്ത് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നെടുത്ത എല്ലാ റേഡിയോളജി ഇമേജസും, അത് എക്സ്റേ ആണെങ്കിലും CT ആണെങ്കിലും അതർ ഇപ്പോൾ USG MRI പോലുള്ള കണക്റ്റഡ് ഇമേജസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽ വെബ് പാക്സ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ എക്സ്റേ ഒന്ന് കാണിക്കണം റെഫറൻസിന്, നമ്മുടെ മൊബൈൽ തുറന്ന് കാണിക്കാൻ പറ്റും. നമ്മൾ അയ്യോ ഈ എക്സ്റേ എടുക്കാൻ മറന്നുപോയി വീട്ടിൽ നിന്ന്, അല്ലാതെ ചീത്തയായിപ്പോയി, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്നിക്കലി വളരെ ഫിറ്റായിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് ഇൻഫർമേഷൻ വളരെ എമർജൻസി ആകുന്നൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ പേര് തുറന്നു നോക്കിയിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ പേര് അവിടെ നോക്കി പറയാം. അപ്പം നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്, പല കാര്യങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെയുള്ള യാത്രയുടെ സമയത്തൊക്കെ നമുക്ക് ഒരു എമർജൻസി സംഭവിച്ചാൽ ഈ ജി ഹെൽത്ത് മൊബൈൽ ആപ്പ് തുറന്ന് നമ്മളുടെ മുൻ ഹെൽത്ത് റെക്കോർഡ്സ് എല്ലാം അതിൽ കാണാം. അടുത്തൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറോ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഏത് കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്ന ആളാണെന്ന്. നമ്മളെ അവർക്ക് സഹായിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ വളരെ മനോഹരമായി ജി ഹെൽത്ത് ആപ്പ് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം ഹോസ്പിറ്റൽസ് പേഷ്യൻസ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി മാത്രമെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിൽ ഒത്തിരി ഫ്രീഡം കിട്ടുന്നുണ്ട്, അത് ശരിയാണ്. അതേസമയം തന്നെ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻസിൻ്റെ ഒരു പേഴ്സ്, ഒരു ബാഗ് നമ്മളെപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ. ഓക്കെ, താങ്ക് യു.